വെൽക്കം ടു ചാനൽ മലുട്ട ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജോളോ ടിപ്പിന്റെ വീഡിയോ ആണ്. നമ്മൾ പൊട്ടറ്റോനെ കൊണ്ടാണ് ആക്കുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് ചെല്ലാം. അപ്പോൾ ഗൈസ് നമുക്ക് ജോളോ ചിപ്പാക്കാൻ ആദ്യം വേണ്ട സാധനം പൊട്ടറ്റോ ആണ്. നമ്മൾ ആദ്യമേ തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഗൈസ് ഇത് നമുക്കൊരു ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഗൈസ് നമ്മൾ നല്ലോണം ഷേപ്പിലേക്ക് എടുത്ത് കൊടുക്കണം. നമ്മൾ ഒറ്റ പീസ് മതി നമുക്ക്. നമ്മളിങ്ങനെ വെച്ച് ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ആക്കേണ്ടത്. നമ്മളിത് ട്രയാങ്കിൾ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് പൊട്ടറ്റോ ഫ്രൈ ആക്കാൻ വെക്കാം. ഇപ്പോൾ നമ്മളാക്കിയ പൊട്ടറ്റോ ഫ്രൈ ഇതുവരെ കാണാതെ എല്ലാ സബ്സ്ക്രൈബേഴ്സും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിൻ്റെ ഒരു സ്ലൈസാണ്. നമ്മൾ തിൻ സ്ലൈസ് ആക്കണം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് വേറില്ല. ഈ പീസ് നമുക്ക് ആവശ്യമില്ല. രണ്ടാണ്. നമുക്കിത് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ബാക്കിയുള്ള പീസെല്ലാം നമുക്ക് ഈ മാറ്റി വെക്കാം. പക്ഷേ നമുക്ക് ഇതിൽ തന്നെ ഇടാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ പീസ്. എന്തൊക്കെയോട് ക്യാമറ ഇതിൽ തന്നെ കൊടുക്കാൻ പറയാം. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഉപ്പും മഞ്ഞളും ഇത് മഞ്ഞളും മുളകുമാണ്. ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾ എടുക്കുക. കുറച്ച് മതി. സൈഡിൽ നമ്മൾ വലിയൊരു വെള്ളമാണ്. നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ നമുക്ക് കൂടി ആക്കാം. എൻ്റെ അവിടെ ഉപ്പ് അവിടെ വെക്കാൻ പറയാം. നമുക്ക് ഈ മുളകെടുക്കാം. മുളക് കുറച്ച് അധികം വേണം. ജോളോ ചിപ്പായതുകൊണ്ട് മുളക് അധികം വേണം. അമ്പിക്കാണ് നമ്മളെ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ജോളോ ചിപ്പ്. ഓക്കെ. നമുക്കിനി ഉപ്പിടാം. നമ്മൾ വാരി വിടർന്നാൽ മതി. അത് ഇടുന്നത് അൻപികയാണ്. പക്ഷേ നമ്മൾ മിക്സാക്കി എടുക്കാം. കുറേ ഫ്രണ്ട്സ് വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഇവൻ ഇത് വേറെ തന്നെ ആക്കുന്നത്, ഇതിൻ്റെ മേലെ തന്നെ ആക്കിയാൽ പോരെയെന്ന്. പക്ഷെ അതങ്ങനെയല്ല ഗൈസ്. ഇങ്ങനെ ആക്കിയാലേ നമുക്ക് അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ. കാശ്മീർ ചില്ലി പൗഡറല്ല ഗൈസ്, കുറച്ചുകൂടി പ്രശ്നമുണ്ടാകും. അതിൽ ഉപ്പ് മതി. ഉപ്പ് അധികമായാലേ ശരിയാവില്ല. നമ്മളെ മുളകിൻ്റെ ഫ്ലേവർ പോകും. അങ്ങനെ ഇപ്പോൾ ഗൈസ് നമുക്ക് ഇത്രയും മതിയാവും. നമുക്കിനി ഇത് ഇട്ടൊന്ന് ഇതാക്കിയെടുക്കാം. നല്ലോണം മിക്സാക്കി എടുക്കണം. എല്ലാവർക്കും കാണായിട്ടുണ്ടായിരുന്നു. നല്ലോണം നമ്മൾ മിക്സാക്കി എടുത്താലേ നമുക്ക് അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ. നമുക്ക് എണ്ണ അരയ്ക്കാൻ പോയിട്ടുണ്ട് ഗൈസ്. കുറച്ചെണ്ണ മതി. കുറച്ചെണ്ണ മതി ഗൈസ്. അപ്പം നമ്മൾ കുറച്ച് എണ്ണ അരച്ചിട്ടുണ്ട് ഗൈസ്. മിക്സാക്കി എടുക്കാം ഗൈസ്. അമ്മമ്മ കാലം പോലെയാണ്. ഉപ്പ് നമുക്ക് അത്ര മതി. ഉപ്പ് അധികമായ ശരിയാവില്ല. ബാക്കി ഉപ്പ് നമുക്ക് നമ്മുടെ പാട്ടയിൽ തന്നെ ഇടാം. നല്ലോണം മിക്സാക്കി എടുക്കണം. ഇതാക്കുന്നത് പാനിലാണ്. നല്ലോണം മിക്സാക്കണം ഗൈസ്. നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം. അപ്പോൾ വെള്ളം എടുക്കാൻ പോയിട്ട് ഗൈസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ നമ്മൾ പെരക്കിയിട്ടുണ്ട് ഗൈസ്. ഈ മഞ്ഞൾ നമുക്ക് ആവശ്യമാണ്. അതിൽ വെള്ളമായി പോയിട്ടുണ്ട്. നല്ലോണം മിക്സ് ആക്കുക. അൻപികയൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. അൻപിക ഒന്ന് ടേസ്റ്റ് ചെയ്യൂ. ഗൈസ് അൻവികയുടെ എക്സ്പ്രഷൻ നമുക്ക് കാണാം. സൂപ്പറാണ് അൻവിക.
അപ്പോൾ നമ്മൾ നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്. അപ്പോൾ നമ്മൾ അടുത്തായി ഫ്രൈ ചെയ്യാൻ നോക്കാം ഇത്. അപ്പോൾ നമ്മൾ അടുത്തായി പൊരിക്കാൻ പോകുന്നത് ഗൈസ് അല്ലേ. അപ്പോൾ ഗൈസ് അൻവികയോട് ഇവിടെ നിൽക്കാൻ പറയാ. ഞാൻ പോയിട്ട് അപ്പോൾ പാൻ എടുക്കാൻ പോയിട്ടുണ്ട് വരത്താൻ. അപ്പോൾ നമ്മൾ ഇതിനെ തന്നെ നമ്മൾ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ബെറ്റ് ഇഷ്ടം കാണാൻ കഴിയില്ല. എന്താണെന്ന് വെച്ചാൽ മുളക് അധികം ആയതുകൊണ്ട് മുളകിനെ കാണാൻ കഴിയും. മുളക് അധികമല്ലേ ഗൈസ്. ഇതാ മുളക് അധികം ആയതുകൊണ്ട് നമ്മൾ അധികം ഇതാക്കുകയും ചെയ്തു. അപ്പോൾ ഇതാ എൻ്റെ ഏട്ടൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ വേഗം അതിലേക്ക് പോകണം. ഇതാണ് അമ്മൂമ്മേനെ റൊട്ടി ആയിരുന്നു ഇത്. അപ്പോൾ നമ്മൾ സ്റ്റൗവിലേക്ക് കാണിക്കും. അപ്പോൾ നമ്മൾ സ്റ്റൗവിലാണ് ഇതാണ് സ്റ്റൗ. കുട്ടികൾ സ്റ്റൗ നോക്കേണ്ടതാണ്. ആ മൂത്താളാണ് അൻവികയെ കൊണ്ട് നമ്മൾ സ്റ്റൗ ഓൺ ആക്കാത്തത്. അൻവികക്ക് സ്റ്റൗ ഓൺ ആക്കിയാൽ ഈ വീട് മൊത്തം നാശകോശാവും. പിടിക്കാൻ പറയാം അൻവികയോട്. ഇത് നമ്മൾ ആകുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കി നമ്മൾ ജോളോ ചിപ്പിലേക്ക് നോക്കാം. അപ്പോൾ ഗായ്സ് ഇതെൻ്റേതും ഇത് അൻവികയുടേതുമാണ്. അപ്പം നമ്മൾ നല്ലോണം നിങ്ങൾ കേട്ട് കാണും. അൻവിക എനിക്കെന്താ വലിയ പീസും ഏട്ടനെന്താ ചെറിയ പീസും എന്നാണ് അൻവിക ഇപ്പോൾ ചോദിച്ചത്. അപ്പം നമ്മൾ കാരണം അൻവിക ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് തിരിയും. അപ്പോൾ ഗായ്സ് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഇതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ അറിയാം. ഗായ്സ് അൻവികയുടെ നമുക്ക് ക്യാമറ പിടിപ്പിക്കാൻ പറയാം. നല്ലോണം ആയിട്ടുണ്ട് ഗായ്സ്. നമുക്ക് എണ്ണ വേണം ഗായ്സ്. എണ്ണ കുറച്ച് ആവശ്യമുള്ളൂ. അപ്പം നമ്മൾ ബാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കാൻ പോകുന്നതാണ് ഗായ്സ്. ഇതിൽ വെള്ളമുണ്ട്. വെള്ളം നമ്മൾ തുടച്ച് പോക്കാം. അതിന് ശേഷം നമ്മൾ നല്ലോണം പറ്റിച്ചിടണം മസാലയെല്ലാം. അപ്പം നമ്മൾ നല്ലപോലെ പറ്റിച്ചെടുക്കണം മസാലയെല്ലാം. കുറച്ച് എണ്ണ വരട്ടെ. അതിന് ശേഷം നമ്മൾ നമ്മളെ ജോലോ ജിബ് നോക്കില്ല. അപ്പം നമ്മൾ ആദ്യം തന്നെ എണ്ണയായിരുന്നു ഒഴിക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണയായിരുന്നു. ഇത്ര എണ്ണ വേണ്ട ഗൈസ്. നമ്മൾ കുറച്ച് എണ്ണ മതി ഒഴിക്കുന്നത്. നമ്മളിങ്ങനെ കറക്കി എടുക്കുക. നമുക്ക് നമ്മുടെ ജോളോ ചിപ്പ് ഇതിലേക്ക് ഇടാം. അപ്പം നമ്മൾ പിന്നെ ഇടാൻ പോകുന്ന ജോളോ ചിപ്പായിരുന്നു. പിന്നെ വേറെ ഒന്നും ഇടണ്ട ഗൈസ്. ജോലോ ചിപ്പ് മാത്രം ഇട്ടിട്ട് അത് പൊരിയാം. അപ്പം നമ്മൾ ഒന്ന് തരുമ്പോഴാണ് ഗൈസ്. ചെറിയ കുട്ടികൾ ഇതിട്ടാൽ കൈപൊള്ളുന്നായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാൻ ഇതായിരുന്നു. ഏട്ടൻ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇട്ടിട്ടുണ്ട് ഗൈസ്. കണ്ടോ? അൻവികയോട് ഇത് പിടിക്കാൻ പറയാം. അപ്പം നമ്മൾ ജോലോ ചിപ്പ് ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ജോലോ ചിപ്പ് പൊടിക്കാൻ വെച്ചിട്ടുണ്ട്. കണ്ടോ? കടന്ന് പൊരിയുന്നത് നിങ്ങളെല്ലാവരും കണ്ടു കാണും. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ പോലെ ചെയ്യാൻ പോലാണ്. നല്ലോണം ആക്കണം നമ്മൾ. അൻവികയോട് ക്യാമറ കുറച്ച് പൊന്തിച്ച് പിടിക്കാൻ പറയാം. പൊരിയുന്ന കാണാൻ നമ്മുടെ മൂക്കിൽ കയറുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ കളറ് തന്നെ നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് തിന്നാൻ തോന്നും. നമ്മളൊരു ചലഞ്ച് വെക്കുന്നുണ്ട്. അൻവികക്ക് എന്തോ പറയാനുണ്ട്. അപ്പം കണ്ടിട്ട് കല്ലുമ കഴിയുന്ന പോലെ അൻവിക പറയുന്നത് നമ്മുടെ കല്ലുമക്കായിനെ പല ജില്ലകളിലും പല പല പേരാണ്. നമ്മുടെ കണ്ണൂർ തലശ്ശേരി ഭാഗം നമ്മൾ കല്ലുമക്കായ എന്നാണ് അതിനെ വിളിക്കുന്നത്. ചൂട് കയറുന്നുണ്ട്. പുക വരുന്നത് നമ്മുടെ കാവുന്നുണ്ടാവും.
ഞാനൊക്കെ നവീകരിക്കുന്ന 5 ഒന്ന് കാണിക്ക്. അപ്പോൾ ഗായ്സ് ചൂട് കയറുന്നുണ്ട് അതിന് മുമ്പേ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഗായ്സ് ആയിട്ടില്ല. അപ്പോൾ ഗായ്സ് അൻവികയോട് ക്യാമറ വേഗം പിടിക്കാൻ പറയാം. കുറച്ച് എണ്ണേൻ്റെ കുറവാണ്. എണ്ണേൻ്റെ കുറവായതുകൊണ്ടായിരുന്നു നമ്മളെ ജോലോ ചിപ്പ് പൊരിയാന് ഇപ്പം നല്ലപോലെ പൊരിയുന്നുണ്ട് ഗൈസ്. നിങ്ങൾ ഇതിനകത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യസ്തം അറിയാൻ കഴിയും. ഇപ്പം നല്ലപോലെ നമ്മൾ ബാക്കിയുള്ള മസാല ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മേലെ വിതറി കൊടുക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ ബാക്കിയുള്ള മസാലയെല്ലാം ഇതിനകത്ത് വീണെടുക്കാൻ പോകുന്നതാണ് ഗൈസ്. ഇട്ടെടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ചൂട് കയറിയിട്ടുണ്ട്. നമുക്ക് ഇത് വേഗം മാറ്റേണ്ടിയിരിക്കും. ഗായ്സ് കരിഞ്ഞു ഗായ്സ്. അല്ല ഗായ്സ് ജോളോ ചിപ്പ് കുറച്ച് കറുത്തിട്ടാണ്ട് അത്ര പ്രശ്നമല്ല. കറുത്തിട്ടായാലും വെളുത്തിട്ടായാലും നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. തിന്നേ പറ്റും. നമ്മുടെ നമ്മളിത് കാണുമ്പോൾ തന്നെ നമുക്ക് കപ്പൽ വിളിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മൾ നല്ലപോലെ പൊടിച്ചിട്ടുണ്ട് ഗൈസ്. കണ്ടോ, നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അറിയാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇത് കാണുന്നില്ല. ഇത് ഒപ്പരായി പോകും. പിന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ആക്കിയാലോ നമുക്ക് പറ്റിയതാണ്. അൻവിക ചോദിക്കുന്നുണ്ട്. അൻവിക നല്ല മകളാണ്. അൻവിക ഇപ്പോൾ കഴുകണ്ട. അടുത്തത് അൻവികയാണ് ഇത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് മാറ്റാം. കുറേ കൂട്ടർ ഫ്ലെയിം എങ്ങനെയാണ് ഇടുക എന്ന് ചോദിച്ചായിരുന്നു. ഗായ്സ് ഇതിപ്പോൾ ലോ ഫ്ലെയിമിലാണുള്ളത്. നിങ്ങൾ കാണും ഇതിൻ്റേത് താഴോട്ട്. ഗായ്സ് ഇത് മീഡിയവും ഇതിനകത്ത് ആയാൽ തീ പാടും. പിന്നെ ഗായ്സ് അപ്പോൾ ഇതാണ് ഓഫ്. അപ്പോൾ നമ്മുടെ പാൻ ഓഫ് ആയിട്ടുണ്ട്. എടുക്കുക. അപ്പോൾ ഗായ്സ് നമുക്കൊരു സാധനം വേണം. അപ്പോൾ ഇവിടെ വെക്കും. തൽക്കാലത്തേക്ക് അവിടെ വെക്കാം. അൻവികയോട് പിടിക്കാൻ പറയാം. അൻവിക പിടിക്കൂ. അപ്പം ഗായ്സ് നമ്മൾ പാത്രം എത്തിക്കാൻ പോയിട്ടുണ്ട്. ഗായ്സ് പാത്രം അവിടെ കാണുന്നില്ല. നമ്മൾ പോലെയാണ് നിങ്ങൾ കണ്ടോളൂ. എടുക്കുന്നുണ്ട് ഗായ്സ്. നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. അൻവികയോട് ഇത് പിടിക്കാൻ പറയാം ഗായ്സ്. നമ്മുടെ സാധനം കരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലേറ്റ്. നമ്മൾ നല്ലപോലെ കഴുകുക. അതിനുശേഷം നമ്മൾ പൊരിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ഇടുക. അപ്പോൾ ചെറുങ്ങനെ കഴിഞ്ഞു വയ്ക്കുന്നു ഗൈസ്. അതുകൊണ്ടായിട്ട് നമ്മൾ അത്ര പ്രശ്നമാക്കണ്ട. നമ്മൾ വെളിച്ചെണ്ണേൻ്റെ ഇതുകൊണ്ടായിരുന്നു, വെളിച്ചെണ്ണ നോക്കിയതുകൊണ്ടായിരുന്നു നമ്മൾക്ക് ഇങ്ങനെ ഇത്ര കരിഞ്ഞു പോയേ. അതത്ര കാര്യമാക്കണ്ട ഗൈസ്. നമുക്ക് വേറെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അൻവികയോട് ഇത് കുറച്ചു നേരം പിടിക്കാൻ പറയാം. ഞാൻ പോയി ആ നേരം കൊണ്ട് അപ്പം നല്ല ചൂടുണ്ട് ഗൈസ്. നല്ല നിങ്ങൾക്ക് ഇത് കാണുമ്പം തന്നെ നിങ്ങൾക്ക് കപ്പൽ ഒലിക്കുന്നുണ്ടോ ഗൈസ്? അപ്പം നമ്മൾ ഉള്ളി എടുത്തിരുന്നു. ഉള്ളി എടുക്കാൻ പോയായിരുന്നു ഗൈസ്. അപ്പം നമ്മൾ ഉള്ളി മുറിക്കാം. ഉള്ളി മുറിക്കുമ്പോൾ കണ്ണിനീര് വരാണ്ടിരിക്കാൻ ഒരു ചെറിയ പീസ് മുറിച്ചിട്ട് അത് വേണ്ടി അടുത്ത് വെച്ച് കൊടുത്താൽ മതി. നമ്മൾ തോല് കളയണം. തോല് കളഞ്ഞ് നമുക്ക് പല പല അസുഖങ്ങൾ വരും.
ഗൈസ് ഇത് വെച്ചോണ്ട് നമുക്ക് കണ്ണീര് വന്നില്ല. ഇതാണ് എൻ്റെ ഏട്ടൻ്റെ കണ്ണീര് വന്നിട്ടില്ല. കണ്ടോ നോക്കിക്കോളൂ ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ചുറ്റും നമ്മൾ ഇങ്ങനെ ഉള്ളി ഇട്ട് കൊടുക്കാം. കണ്ണുനീര് വന്നു തുടങ്ങി. അമ്മയോട് കാണിക്കാൻ പറയാം. അപ്പം നമ്മൾ വെക്കുമ്പോൾ കണ്ണീര് അനക്കും. നമ്മൾ ഇതെല്ലാം വൃത്തിയാക്കുന്നതാണ്. അപ്പോൾ ഗൈസ് നമുക്ക് അൻവികയോട് ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പറയാം. ഗൈസ് നമ്മൾ ഇവിടെ നല്ല ടെസ്റ്റ് ചെയ്യുന്നത്. ഗൈസ് ഇതാ ഇവിടെ നിന്നാണ്. അൻവികയോട് ഇവിടെ നിന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത്. അൻവിക ടെസ്റ്റ് ചെയ്യൂ. ഓക്കെ, ഞാൻ ആദ്യം ഗൈസ് നിൽക്കൂ. അൻവികയോട് ടെസ്റ്റ് ചെയ്യാനാന്ന് പറയാം. ഗൈസ് നമുക്ക് അൻവിക ടെസ്റ്റ് ചെയ്തോളൂ. അൻവിക എങ്ങനെയുണ്ട്? ഗൈസ് ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആയിരുന്നു. എങ്ങനെയാണ് നമ്മുടെ വാക്ക് പാലിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞായിരുന്നു ജോള ചിപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഒരു 10 വ്യൂസും ലൈക്കെല്ലാം തന്നാൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി വേറൊരു സാധനം മറ്റൊരു ദിവസത്ത് നിന്നു. ഇറ്റ്സ് മീ ആർക്കെ അൻവിക സൈനിങ് ഓഫ്.